ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാനവറുകൾ വലിയ സമ്പത്തിനുടമയായിരുന്നു. മഹാനവറുടെ സമ്പത്ത് മുഴുവൻ പരിശുദ്ധ ദീനിന് സംഭാവന നൽകി. അങ്ങനെ മഹാനവറുകൾ പാവപ്പെട്ടവരായി മാറി. ഒരിക്കൽ മഹാനവറുകൾ വസ്ത്രം മാറാനില്ലാതെ 3 ദിവസത്തോളം വീട്ടിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നു. ഇതറിഞ്ഞ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ താൻ നെയ്തുണ്ടാക്കിയ ഒരു തുണി മഹാനവറുകൾക്ക് കൊടുത്തയച്ചു. മഹാനവറുകൾ അത് കിട്ടിയ ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അത് ശരീരത്തിൽ മൂടിപ്പൊതച്ച് ഔറത്തിൻ്റെ ഭാഗത്ത് മുള്ളുകൊണ്ട് കുത്തിവെച്ചു. എന്നിട്ട് മഹാനവറുകൾ മുത്തുനബിൻ്റെ അടുക്കിലേക്ക് ചെന്നു. മുത്തുനബിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്. മുത്തുനബി ജിബ്രീലിനെ കണ്ടപ്പോൾ അത്ഭുതത്തോട് ചോദിച്ചു, എന്താണ് ജിബ്രീലെ, നിങ്ങളെ ഇതുവരെ കാണാത്ത വേഷത്തിലാണല്ലോ നിങ്ങളെ ഞാൻ കാണുന്നത്. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ധരിച്ച വേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധരിച്ച അതേപോലെയുള്ള വേഷമാണ്. അപ്പോഴാണ് മുത്തുനബിക്ക് അത്ഭുതമായത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇത് ഞാൻ മാത്രമല്ല, ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുപോലെയാണ് വസ്ത്രം ധരിച്ചിട്ടുള്ളത് എന്ന്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സർവ്വതും ദീനിന് വേണ്ടി, മുത്തുനബിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമായിരുന്നു മഹാനവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മദദും കുരുത്തവും പൊരുത്തവും സ്നേഹവും നൽകി നമ്മയും നമ്മൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ അഹ്ലുകാരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.